അത് അങ്ങ് ഹർഷയുടെ കാര്യമാണോ പറയുന്നത്? ആയിരിക്കാം. ഹർഷയാണ് ഞാൻ മാറ്റി നിർത്തിയത്. അല്ല, അതിന് കാരണമുണ്ട് സ്വാമി. ആ മനസ്സിനെ തണുപ്പിക്കണം, അവളെ പ്രീതിപ്പെടുത്തണം. ഇല്ലെങ്കിൽ അവളിലെ ശക്തിയെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തും. ഇനി ഞാൻ മനസ്സ് വെച്ചാ ഹർഷയെ തിരിച്ചു പിടിക്കാൻ കഴിയൂ സ്വാമി? തിരിച്ചു പിടിക്കണം. അതിന് മൂർത്തികൾക്ക് വിശേഷ പൂജ നടത്തണം. എന്ത് വേണമെങ്കിലും നടത്താം സ്വാമി. ഇന്ന് തന്നെ ഹർഷയെ പോയി കാണാനും ഞാൻ ഒരുക്കുക. അന്നത്തേത് പരീക്ഷണം മാത്രമായിരിക്കാം. പ്രയത്നം തുടരേണ്ടി വരും. ഓ, തുടരാം. എങ്കിൽ ഞാൻ മൂർത്തികളെ പ്രീതിപ്പെടുത്തി തന്നുവിടാം. ഓ, മഹാമൂർത്തി തന്നുവിടുന്ന സമ്മാനം അവൾ സ്വീകരിച്ചാൽ ആ മനസ്സ് കൂടെ വരുമെന്ന് ഉറപ്പാണ്. ഓ, ആ. ഞാനേ ദാസങ്ങളുടെ അടുത്തേക്കൊന്ന് പോവാ. ഇന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിരുന്നു. ആ, ദാസ എന്നോടും പറഞ്ഞിരുന്നു. നീ ഇരിക്കേ. ബിസിനസ്സൊക്കെ പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടതല്ലേ രഘു? അപ്പൊ നീ അങ്ങോട്ടേക്ക് പോവാതെ ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. മിക്കവാറും നാളെ തന്നെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ നടക്കും. പിന്നെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റാഫോടൊക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. നല്ലൊരു മുഹൂർത്തം നോക്കി സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അമ്മാവൻ തന്നെ ഒന്ന് വിളക്ക് കൊളുത്തണം. വലിയ ചടങ്ങായിട്ടൊന്നും അല്ലെങ്കിലും അത് അമ്മാവൻ തന്നെ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അതൊക്കെ നമുക്ക് ചെയ്യാൻ രഘു. ആദ്യം അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ. എല്ലാറ്റിന്റെ മുന്നിൽ ദാസുണ്ടല്ലോ. അവന്റെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് നീ എല്ലാറ്റിലും ഒരു തീരുമാനം എടുക്കാവൂ. പണം മുടക്കുന്ന ദാസാണല്ലോ.